ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. GF ഗുഡ് ന്യൂസ് ടുഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. എപ്പോഴും ഓർപ്പിക്കാറുള്ളതുപോലെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം ആമോസിൻ്റെ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യമാണ്. അതിന് ആമോസ് അമസ്യാവോട്, ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനും അത്രേ. ഇതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രവാചകൻ, സാധാരണ ഒരു വ്യക്തി പ്രവാചകനാകുന്നത് ഏതെങ്കിലും ഒരു പ്രവാചകൻ്റെ കീഴിൽ പഠിക്കുകയും അല്ലെങ്കിൽ പ്രവാചകന്മാർക്കുള്ള സ്കൂളുകൾ തന്നെയുണ്ട്. ആ പ്രവാചകന്മാർക്കുള്ള സ്കൂളുകളിൽ പഠിച്ച് ഡിഗ്രി എടുത്ത ആളുകളെയൊക്കെയാണ് പ്രവാചകന്മാരായിട്ട് നിയമിക്കാറുള്ളത്. അല്ലെങ്കിൽ ഒരു വലിയ പ്രവാചകന് അവൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ശുശ്രൂഷ ചെയ്യുന്ന ഒരു ശിഷ്യനായിട്ട് വളർന്നു വന്ന് പ്രവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നവരുമുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള ഗണത്തിലൊന്നും പെടുന്ന ആളായിരുന്നില്ല ഈ ആമോസ് എന്ന് പറയുന്ന പ്രവാചകൻ. അപ്പോൾ അന്നത്തെ ഭരണകർത്താക്കളായിരുന്ന യെരോബെയാമിൻ്റെ കാലത്തും ഇസ്രായേൽ രാജാവായിരുന്ന യോവാശിൻ്റെ മകനായ യെരോബെയാമിൻ്റെ കാലത്തും യഹൂദ രാജാവായ ഉസ്യാവിൻ്റെ കാലത്തുമാണ് ഈ ആമോസ് പ്രവചനം നടത്തുന്നത്. അവിടെ ഒരു സംഭവമുള്ളത്, അവിടെ ഒരു പുരോഹിതനുണ്ട്, അമസ്യാവ് എന്ന പേരുള്ള ഒരു പുരോഹിതൻ. ഇയാൾ പൂജാഗിരികളിലെല്ലാം ശുശ്രൂഷ ചെയ്യുന്നതും വിഗ്രഹാരാധനയൊക്കെ ചെയ്യുന്നതായിട്ടുള്ള ഒരു പുരോഹിതനാണ്. അപ്പോൾ ദൈവം ഈ ആമോസിനെ പിടിക്കുകയാണ്. ദൈവം ആമോസിനെ പിടിക്കുന്നത് എവിടെ വെച്ചാണെന്ന് വെച്ചാൽ, അവൻ കാട്ടത്തിപ്പഴം പെറുക്കുന്നവനും ആടിനെ തീറ്റി നടന്നവനുമായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. നീ എൻ്റെ ജനമായ ഇസ്രായേലിനോട് ഞാൻ പറയുന്ന കാര്യങ്ങൾ പോയി പ്രവചിക്കുവാനായിട്ട് പറഞ്ഞ് അങ്ങനെ ആമോസിനെ പിടിച്ച് ദൈവം പ്രവചന ശുശ്രൂഷയ്ക്കായിട്ട് കൊണ്ടുവരികയാണ്. അങ്ങനെ അവൻ യെരോബെയാമിൻ്റെ കാലത്ത് യെരോബെയാം രാജാവിനെതിരെ പ്രവചിച്ചപ്പോൾ അന്നത്തെ അവിടുത്തെ പുരോഹിതനായിരുന്ന അമസ്യാവ് അവനോട് പറയുകയാണ്, അതെ, ജീവിക്കാൻ വേണ്ടി നീ ഇവിടെ വന്ന്, ഇത് ബഥേലാണ്, ഇവിടെ വന്നിട്ട് നീ പ്രവചിക്കൊന്നും വേണ്ട. നീ വല്ല യഹൂദയിലോ വല്ലയിടത്തും പോയി നിൻ്റെ ജീവിതകാലം തുടരാൻ വേണ്ടി, ജീവവൃത്തിക്ക് വേണ്ടിയിട്ട് നീ അങ്ങനെയൊക്കെ പോയി ചെയ്തു. ഇവിടെ ഒന്നും പ്രവചിച്ചിട്ട് നിനക്ക് ജീവിച്ചു പോകാമെന്ന് നീ വിചാരിക്കേണ്ട എന്ന് അവനോട് പറയുകയാണ്. അപ്പോൾ ആമോസ് പറയുന്ന ഒരു വാക്യമാണ്, അമസ്യാവോട്, ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല. ദൈവ കൃപ ലഭിച്ച അനേക ദൈവ മക്കൾ സഭകളിലുണ്ടെങ്കിലും ബൈബിൾ കോളേജിലെ ഒരു ഡിഗ്രി ഇല്ലാത്തത് കൊണ്ട് ശുശ്രൂഷയ്ക്ക് അനുമതി കൊടുക്കാത്ത ധാരാളം സഭകൾ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും എല്ലാം ഉണ്ട്. ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നത് ഏതെങ്കിലും ഡിഗ്രിയുടെ അടിസ്ഥാനത്തിലോ ഏതെങ്കിലും വലിയ ഉപരിപഠനത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഒന്നുമല്ല ദൈവം തിരഞ്ഞെടുക്കുന്നത്. ബൈബിൾ കോളേജിൽ പഠിച്ച ആളുകളെയും ദൈവം ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ യാതൊരു ഡിഗ്രിയും ഇല്ലാതെ ദൈവകൃപയിൽ ശരണപ്പെടുന്ന ആളുകളെയും ദൈവം ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് തന്നോടൊപ്പം ചേർത്ത ശിഷ്യന്മാരെ നാം എടുത്ത് പരിശോധിക്കുമ്പോൾ അന്ന് അവിടെ ഒരു ബൈബിൾ കോളേജ് ഉണ്ടായിരുന്നു, ഗമാലിയേലിൻ്റെ ഒരു ബൈബിൾ കോളേജ്. എന്നാൽ അതിൽ നിന്ന് ആരെയും കർത്താവ് വിളിക്കാതെ സാധാരണക്കാരായിരുന്ന, മുക്കുവന്മാരായിരുന്ന, മീൻപിടുത്തക്കാരായിരുന്ന ആളുകളെയാണ് കർത്താവ് തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ച് തന്നോട് ചേർത്ത് നിർത്തിയത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവ് ഇന്നും അങ്ങനെയുള്ള ആളുകളെയാണ് നോക്കുന്നത്. സഭ ശ്രദ്ധിക്കാതെ പോയ ആളുകളെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ സഭ അവരെ ഗണ്യമാക്കാതെ പോയ ആളുകളായിരിക്കും. ഇവിടെ ഈ ആമോസ് ഒരിക്കലും പ്രവാചക ശുശ്രൂഷ ചെയ്ത് ജീവിക്കുന്ന ഒരാളായിരുന്നില്ല. അതായത് ഒരു പ്രവാചക കുടുംബത്തിൽ ജനിച്ചു വളർന്നതിൻ്റെ പേരിലോ ഒരു പ്രവാചകന്മാരുടെ ബൈബിൾ കോളേജിൽ ചേർന്ന് പഠിച്ചതിൻ്റെ പേരിലോ അങ്ങനെ കിട്ടുന്ന ഒരു കമൻറ്റഡ് വർക്കർ ആയിരുന്നില്ല. അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഉപയോഗിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല ആമോസ്. അതുകൊണ്ട് തന്നെ ദൈവം ആമോസിനെ വിളിച്ചപ്പോൾ ദൈവം ആമോസിനെ വെളിപ്പെടുത്താതെ ഒരു കാര്യവും മറച്ചു വെച്ചില്ല. ആമോസിൻ്റെ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. ഇസ്രായേലിന് വരുവാൻ പോകുന്ന ന്യായവിധികളെക്കുറിച്ച് ദൈവം പ്രവചിക്കുവാനായിട്ട് ആമോസിനെ തിരഞ്ഞെടുക്കുകയാണ്. പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർക്ക് ദൈവം അന്നും ഇന്നും തൻ്റെ രഹസ്യത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്നു എന്നുള്ളത് ആശ്ചര്യകരമായ ഒരു പ്രവൃത്തിയാണ്. ദൈവം ഒരുവനെ ഉപയോഗിക്കുന്നതിന് ബൈബിൾ കോളേജ് ഒരു കാരണമല്ല, ബൈബിൾ കോളേജിലെ ഡിഗ്രിയും ഒരു കാരണമല്ല. ദൈവത്തിന് ആവശ്യമായിരിക്കുന്നത് തങ്ങളിൽ തന്നെ ആശ്രയം വയ്ക്കാത്തവരും തങ്ങളിൽ തന്നെ
കഴിവില്ലാത്തവരുമായിട്ടുള്ള, ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ച് ജീവിക്കുന്ന ആളുകളെയാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നോട് പല ആളുകളും ചോദിക്കാറുണ്ട്, പാസ്റ്ററാണോ എന്ന്. ഈ ദൈവോധനെല്ലാം ശുശ്രൂഷിക്കുന്നതുകൊണ്ട് പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പാസ്റ്ററാണോ എന്ന്. ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് വചനം പറയുന്ന എല്ലാവരും പാസ്റ്ററാണ് എന്നാണ്. പാസ്റ്റർ എന്ന് പറയുന്നത് മഹത്വകരമായ ഒരു ശുശ്രൂഷയാണ്. അനേക ദൈവദാസന്മാരെ ദൈവം പ്രത്യേകമായിട്ട് നിയോഗിച്ച് സഭാപരിപാലനത്തിനും ദൈവജനത്തെ ദൈവവചനങ്ങൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുന്നതിനും ദൈവം തിരഞ്ഞെടുത്ത് ആക്കി വച്ചിരിക്കുന്ന അനേക പാസ്റ്റർമാരുണ്ട്. എന്നാൽ കുറേ പേരെങ്കിലും അവർ തങ്ങളിലേക്ക് തന്നെയാണ് ജനത്തെ ആകർഷിക്കുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. ദൈവം അവരെ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത് യേശു കർത്താവിനെ ഉയർത്തുവാനും മഹത്വപ്പെടുത്തുവാനും വേണ്ടിയാണ്. എന്നാൽ ചില സഭകളിലെങ്കിലും സഭയിലെ പാസ്റ്ററാണ് അവർക്ക് ഒരു വിഗ്രഹമായിട്ട് നിലകൊള്ളുന്നത്. ഒരു യഥാർത്ഥ പാസ്റ്റർ ഒരിക്കലും തങ്ങളിലേക്ക് ജനത്തെ ആകർഷിക്കുകയില്ല. അവൻ മുഴുവൻ ആകർഷിക്കുന്നത് യേശുക്രിസ്തുവിലേക്കായിരിക്കും. സകല മഹത്വവും യേശുക്രിസ്തുവിന് കിട്ടണമെന്നുള്ള ചിന്തയോട് കൂടിയായിട്ടായിരിക്കും ആ ഒരു യഥാർത്ഥ പാസ്റ്ററുടെ ശുശ്രൂഷ. അവൻ്റെ ഉള്ളിലൊരു ഭാരമുണ്ടായിരിക്കും. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ യേശുക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം എന്നുള്ള ഒരു ഭാരം ആ പാസ്റ്റർക്കുണ്ടായിരിക്കും. എന്നാൽ ഇന്ന് ചിലയിടങ്ങളിലെങ്കിലും തങ്ങളെ തന്നെ ഉയർത്തി തങ്ങളിലേക്ക് തന്നെ ആകർഷണം കൊണ്ടുവരുന്ന അനേക പാസ്റ്റർമാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ അമസ്യാവ് എന്ന് പറയുന്ന ഈ പൂജാഗിരികളൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന ഈ പുരോഹിതൻ പറയുകയാണ്, നീ പോയി യഹൂദയിൽ പോയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി അഹോവൃത്തി കഴിച്ച് ജീവിച്ചു കൊള്ളുക എന്നുള്ളത്. ഇന്നത്തെ കാലയളവിൽ ഒരു ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ കഴിവതും സ്വന്തമായി ഒരു ജോലിയോടുകൂടി ഒരു ശുശ്രൂഷ ചെയ്യുന്നത് ഏറ്റവും മഹത്വകരമായിരിക്കും. ഒരു അപവാദ പ്രചരണത്തിന് അത് കാരണമാകാതെ ഇരിക്കും. ശുശ്രൂഷ നൽകുന്നത് ദൈവമാണ്. ദൈവം തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. ദൈവത്തിൻ്റെ ഒരു ദാസനായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള ഒരു ഐക്യത്തിലാണ് പോകുന്നതെന്നുള്ളതിൻ്റെ ഒരു ഉറപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തെളിവ് എന്ന് പറയുന്നത് ആ കർത്താവിൻ്റെ ദാസന് വിരോധമായിട്ടുണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല എന്നുള്ളതാണ്. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല. ദൈവം അവനെ അതിൽ നിന്നെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ദൈവം തിരഞ്ഞെടുത്തവരുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അതാണ്. അവന് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കാനായിട്ട് പോകുന്നില്ല. എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൽ ഞാൻ രക്ഷിക്കപ്പെട്ട് ചില വർഷങ്ങൾ മുന്നോട്ട് പോയി. അപ്പോൾ സ്നാനം ഒരു വിഷയമായിരുന്നു. ഞാൻ പോകുന്ന സഭയിൽ ശിശുസ്നാനമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ പ്രാരംഭത്തിൽ പോയിരുന്ന സഭയിൽ. അപ്പോൾ സ്നാനം ദൈവ കൽപ്പനയാണോ എന്ന് എനിക്ക് ശരിക്ക് തിരിച്ചറിയാൻ കഴിയാത്ത കാലയളവിൽ ഞാൻ അധികവും ജോർജ് ഫിലിപ്പിൻ്റെ ക്ലാസ്സൊക്കെയാണ് കേട്ടുകൊണ്ടിരുന്നത്. ഞാൻ പോയിക്കൊണ്ടിരുന്ന സഭയിൽ സ്നാനത്തെക്കുറിച്ച് വികലമായിട്ടാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ആ സഭയിൽ സൺഡേ സ്കൂൾ എടുക്കുമായിരുന്നു. എന്നാൽ ഒരിക്കലും ഒരു ദേവദാസനോട് സ്നാനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എന്തിനാണ് ബ്രദർ നീ ഇങ്ങനെ തർക്കിക്കുന്നത്? നിൻ്റെ വീട്ടിൽ ബൈബിളില്ലേ? നീ പോയി ബൈബിളിൽ സ്നാനത്തെക്കുറിച്ച് എവിടെയെല്ലാം എഴുതി വെച്ചിരിക്കുന്നു എന്ന് പരിശോധിച്ച് പഠിക്കുക എന്ന് പറഞ്ഞു. ഞാനങ്ങനെ, എനിക്കൊരു കടയുണ്ടായിരുന്നു. കടയടച്ച് എല്ലാവരും പോയി കഴിയുമ്പോൾ ഞാൻ ആ കടമുറിയിൽ ഇരുന്നുകൊണ്ട് ഈ ബൈബിളിൽ സ്നാനത്തെക്കുറിച്ച് എവിടെയൊക്കെ എഴുതിയിരിക്കുന്നു മത്തായിയുടെ സുവിശേഷം മുതൽ ഞാൻ പഠിക്കുവാനായിട്ട് ആരംഭിച്ചു. ഒരു ഒത്തു ബൈബിൾ വെച്ചുകൊണ്ട് ഞാനത് എഴുതി പഠിച്ചു. അങ്ങനെ പഠിച്ച് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, യേശു കർത്താവ് സ്നാനപ്പെട്ടിട്ടുണ്ട്, അപ്പോസ്തലന്മാർ സ്നാനപ്പെട്ടിട്ടുണ്ട്, അവർ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത് കർത്താവിൻ്റെ ഒരു കൽപ്പനയാണ്, കർത്താവ് കാണിച്ചു തന്നൊരു മാതൃകയാണ്. അങ്ങനെയെല്ലാം അത് പഠിച്ചു. റോമാലേഖനം 6-ാം അധ്യായം വന്നപ്പോൾ എനിക്ക് വ്യക്തമായി സ്നാനം അത്യാവശ്യമായൊരു കാര്യമാണ്. അന്ന് ഞാൻ കൈ ഉയർത്തി കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ സ്നാനപ്പെടുവാൻ തയ്യാറാണ്. ഞാൻ ഇതുവരെയും അത് മനസ്സിലാകാതാണ് ഇരുന്നത്. ഞാൻ പോകുന്ന സഭയിൽ അങ്ങനെ ഒരു ക്രമീകരണമില്ല. അതുകൊണ്ട് അവരെന്നെ ഒഴിവാക്കിയാലും കുഴപ്പമില്ല, ഞാൻ സ്നാനപ്പെടുമെന്ന് പറഞ്ഞ് ഞാൻ ദൈവം മുമ്പാകെ അന്ന് രാത്രി എൻ്റെ കൈകളെ സ്വർഗത്തിലേക്ക് ഉയർത്തി ഞാൻ കർത്താവിനോട് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ അത്ഭുതകരമായ നിലയിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന അതേ സഭ, അവരുടെ തന്നെ മറ്റൊരു സഭയിലുള്ള ഒരു സഹോദരനെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തോട് ഞാൻ ഈ ഉപദേശത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സ്നാനം ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, താങ്കൾ എന്തുകൊണ്ട് സ്നാനപ്പെട്ടില്ല? അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എവിടെ പോയി സ്നാനപ്പെട്ടു, എങ്ങനെ സ്നാനപ്പെട്ടു? അദ്ദേഹം എനിക്ക് അതിൻ്റെ വഴി പറഞ്ഞു തരികയും ഞാൻ ആ സഭയിൽ നിന്ന് മാറാതെ തന്നെ ഞാൻ പോയി സ്നാനപ്പെടുകയും ചെയ്തു. എന്നാൽ ഞാൻ ആ സഭയിൽ സ്നാനപ്പെട്ടതോടുകൂടി ഞാനെന്തോ ഒരു വലിയ തെറ്റ് ചെയ്തതുപോലെ അവിടെയുള്ളവർക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുകയും അവരെന്നെ ആ ഒരു രീതിയിൽ കാണുകയും അവരുടെ മറ്റൊരു മീറ്റിംഗ് നടക്കുന്ന ഒരു കൂട്ടായ്മയിലേക്ക് ഞാൻ ചെന്നപ്പോൾ ഈ ഞാൻ സ്നാനപ്പെട്ടവരൊക്കെ അവിടെ പബ്ലിക് ആക്കിയതുകൊണ്ട് അതിനകത്തുണ്ടായിരുന്ന ഒരു വലിയ നേതാവ് എൻ്റെ അടുക്കൽ, ഒരു ബൈബിൾ കോളേജിൽ പഠിച്ച ഒരു ആളെയും കൂട്ടിക്കൊണ്ട്, ഒരു ചെറുപ്പക്കാരനെ കൂട്ടി എൻ്റെ അടുക്കലേക്ക് വന്നു. ബ്രദർ ബേബി, ഇദ്ദേഹം 2 വർഷം ബൈബിൾ കോളേജിൽ പഠിച്ചിറങ്ങിയ ഒരാളാണ്. അദ്ദേഹം അന്ന് വിശ്വാണിയിൽ പ്രവർത്തിക്കുന്ന ഒരു സഹോദരനായിരുന്നു. ഇദ്ദേഹത്തോട് ചോദിച്ചു നോക്ക്, സ്നാനത്തെക്കുറിച്ച് ദൈവവചനം പറയുന്നുണ്ടോ? അപ്പോൾ അവർ ധരിച്ചു വെച്ചിരിക്കുന്ന ബൈബിൾ കോളേജിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ
ദൈവവചനം പഠിച്ചു എന്നാണ് അവരെല്ലാം ധരിച്ചു വച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നെല്ലാം പറയുകയുണ്ടായി. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച, ഞാൻ ആ സ്നാനം എന്ന് പറയുന്ന ഇത് ദൈവത്തിൻ്റെ കൽപ്പന, അത് കൽപ്പന അല്ല എന്നും സ്നാനം ആവശ്യമില്ല എന്നും പഠിപ്പിച്ചിരുന്ന ആ സഭയിൽ ഞാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച വിദ്യാർത്ഥികളിൽ ഒരുത്തനൊഴികെ ബാക്കി എല്ലാവരും സ്നാനപ്പെട്ടു. തന്നെയല്ല, ഈ സ്നാനം ദൈവകൽപ്പനയല്ല എന്ന് പറഞ്ഞ് ആ സഭയിൽ ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടാക്കിയിരുന്ന അവിടുത്തെ ആത്മീക നേതാവായിരുന്ന ഒരു വയോധികനായ പിതാവ്, അദ്ദേഹത്തിൻ്റെ മകനും സ്നാനപ്പെടുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. മകനും മകൻ്റെ ഭാര്യയും ആ കുടുംബത്തിലുള്ള എല്ലാവരും സ്നാനപ്പെടുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. ദൈവകൽപ്പന ആര് ലംഘിച്ചാലും അവരുടെ വീട്ടിൽ ദൈവത്തിന് നിറവേറ്റുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു ശുശ്രൂഷയ്ക്കായിട്ട് ദൈവത്തിൻ്റെ നിയോഗം, ഒരു വിളി വരുന്നത് അദ്ദേഹം ഏതെങ്കിലും ബൈബിൾ കോളേജിൽ പോയി പഠിച്ചു എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ബലത്തിലല്ല. ബൈബിൾ കോളേജിൽ പോയി പഠിച്ചിറങ്ങിയ അനേകരിൽ നിന്ന് ഒരു വിശ്വസനായ പ്രവാചകൻ എഴുന്നേറ്റതായിട്ടും ഇല്ല എന്ന് ഒരു വലിയ ദൈവദാസൻ തൻ്റെ ബുക്കുകളിലൂടെ എഴുതിയത് ഞാൻ വായിക്കാനിടയായി തീർന്നുണ്ട്. സഭ ശ്രദ്ധിക്കപ്പെടാതെ പോയ അനേക ദൈവമക്കളാണ് കർത്താവിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാനും കർത്താവിന് വേണ്ടി വിശ്വസത്തോടെ ശുശ്രൂഷ ചെയ്യുവാനും കർത്താവിനെ എങ്ങനെയെങ്കിലും മഹത്വപ്പെടുത്തണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി മുന്നോട്ട് പോകുന്നതും ചെയ്യുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ആമോസ് വളരെ ദീർഘമായ ഒരു ശുശ്രൂഷ അവിടെ നടന്നത് കാണുവാൻ സാധിക്കും. പല പ്രാവശ്യം ദൈവം അവർക്ക് താക്കീത് കൊടുത്തു, നിങ്ങൾ എന്നാൽ ദൈവത്തിലേക്ക് തിരിഞ്ഞില്ല, ഞാൻ ക്ഷാമം വരുത്തി, പലതരത്തിലുള്ള വെള്ളത്തിന് ക്ഷാമം വരുത്തി, അപ്പത്തിന് ക്ഷാമം വരുത്തി, യുദ്ധങ്ങൾ വരുത്തി, പലതും ചെയ്തിട്ട് നിങ്ങൾ തിരിഞ്ഞില്ല, അതുകൊണ്ടൊരു കാര്യം ചെയ്തു ഇസ്രായേലെ, നീ നിന്റെ ദൈവത്തെ എതിരേൽക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞ് അതിമഹത്വകരമായ ശുശ്രൂഷ ചെയ്യുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഈ കർത്താവിൻ്റെ കൃപയാൽ വിളിക്കപ്പെട്ട് കർത്താവിൻ്റെ ഇഷ്ടം മാത്രം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ശുശ്രൂഷകന്മാരെ, അവർക്ക് വലിയ സ്ഥാനങ്ങളോ വലിയ മഹത്വങ്ങളോ ഒന്നും ഉണ്ടായില്ലെങ്കിലും അവരെ ദൈവം ചില കാര്യങ്ങൾ ഭരമേൽപ്പിക്കും. അത് സത്യസന്ധമായിട്ട് പറയുവാനുള്ള ധൈര്യം അവർക്ക് ദൈവം കൊടുക്കും. എന്നെ സംബന്ധിച്ചും അങ്ങനെ ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പോയിക്കൊണ്ടിരുന്ന സഭയിൽ വിവാഹമോചനവും പുനർവിവാഹം എന്നുള്ളൊരു വിഷയത്തിൽ ഒരു വർഷം ഞാൻ അവിടെ ബൈബിൾ ക്ലാസ് എടുത്തു. അപ്പോൾ ഞാൻ ആ ലൂക്കോസ് 16-ാം അധ്യായത്തിൽ സ്ത്രീയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു എന്നുള്ള വചനവും അതിനെ ആസ്പദമാക്കി കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്ന ഉപദേശവും എല്ലാം ഒരു വ്യക്തമായൊരു ക്ലാസ് എടുത്തതിന് ശേഷം ഞാൻ അന്ന് ബൈബിൾ മടക്കി അവിടെ വെച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു, ഈ സഭ ഈ വചനപ്രകാരം മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ ഞാൻ ഇനി ശുശ്രൂഷ അവിടെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ബൈബിൾ മടക്കി എൻ്റെ വീട്ടിലേക്ക് പോകുന്നു. പിന്നീട് സംഭവിച്ച കാര്യമെന്ന് പറയുന്നത്, അത് ആ ചെറിയ സഭയിൽ ഒതുങ്ങി നിൽക്കേണ്ട ആ ഒരു വിഷയം അതിവിപുലമായിട്ട് പോവുകയും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ആ സഭകളുടെ ബ്രാഞ്ചുകളിൽ അത് ചെന്നെത്തപ്പെടുകയും അത് അങ്ങനെയല്ല എന്ന് അഴിച്ചു പഠിപ്പിക്കുവാൻ വന്ന ഒരു വലിയ സഭയിലെ 6 മൂപ്പന്മാർ ലജ്ജിക്കപ്പെടുകയും അവരെ തിരുത്തി പ്രസ്താവിക്കേണ്ടതായിട്ടും വരികയും ചെയ്ത ചില സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന് മുഖപക്ഷമൊന്നുമില്ല. ദൈവത്തിൻ്റെ വചനം സത്യസന്ധമായിട്ട് പഠിപ്പിക്കുവാൻ തയ്യാറുള്ള ഒരുവനെയും ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ ക്രിസ്ത്യൻ ജീവിതത്തിൽ ഞാൻ ഒരു കമൻറ്റഡ് വർക്കറായിട്ട് ജോലി ചെയ്തിട്ടില്ല. അതായത് ഒരു ഫീസ് വാങ്ങി ശുശ്രൂഷ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ദൈവവചനം എനിക്ക് വെളിപ്പെടുത്തി തന്ന സത്യം വിളിച്ചു പറയുന്നതിന് ഒരു ഭയമില്ലാതെ ചെയ്യുവാൻ തക്കോണം ദൈവം എനിക്ക് ധൈര്യവും ബലവും നൽകിയിട്ടുണ്ട്. അത് അംഗീകരിക്കാതെ കുറച്ച് നാളൊക്കെ നിന്നേക്കാം, പക്ഷേ അംഗീകരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കാരണം സത്യം എപ്പോഴും സത്യമായിട്ട് തന്നെ നിലകൊള്ളുന്നു. ഞാനെടുത്ത നിലപാടുകൾ പലതും അത് ഇപ്പോൾ ആമോസ് പറയുന്നത് പോലെ അത് വിപുലമായിട്ട് തന്നെ പോയിട്ടുണ്ട്. കുറേ പേരെല്ലാം അതിനെ കെടുത്തിക്കളയാനും അതിനെ അഴിച്ചു പഠിപ്പിക്കുവാനും ശ്രമിച്ചപ്പോൾ അവരെന്നെ വിളിച്ച് അതിനെ താക്കീത് ചെയ്തു. നീ ആരോടാണ് ഇടപെടുന്നതെന്ന് ഓർക്കണമെന്നെല്ലാം പറഞ്ഞ് താക്കീത് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവിൻ്റെ വചനം അഴിച്ചു പഠിപ്പിക്കുന്നവൻ കള്ളനാണെന്ന് ബൈബിൾ പറയുന്നു. നിങ്ങൾ ആ വലിയ മനുഷ്യന് കൂട്ടു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ കള്ളന്മാരാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇറങ്ങിപ്പോകും. എന്നാൽ അവരെന്നെ തിരികെ വിളിക്കുകയും അത് സംസാരിക്കാമെന്ന് പറയുകയെല്ലാം ചെയ്തു. എന്തായാലും ദൈവം ആ വിഷയത്തെ അതിഭയങ്കരമായ നിലയിൽ കൈകളിൽ എടുക്കുകയും ലോകത്തിലെങ്ങും തന്നെയുള്ള ആ സഭകളുടെ ഗ്രൂപ്പുകളിൽ അത് ചർച്ചയായിത്തീരുകയും എന്നെ അവിടെ അധികം ആർക്കൊന്നും അറിയില്ല, ഇത് ഞാൻ മുഖാന്തരമാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നതെന്നും ആർക്കും അറിയില്ല, പക്ഷേ അത് ചർച്ച ചെയ്യപ്പെടുകയും അതിന് മുൻകൈ എടുത്ത ആളുകൾ അവസാനം തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞ് തിരുത്തുവാൻ തക്കോണം ഇടയായിട്ട് തീരുകയും ചെയ്തു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് തിരഞ്ഞെടുക്കുന്നത് തങ്ങളിൽ തന്നെ ആശ്രയം വയ്ക്കാത്ത ആളുകളെയാണ്.
എന്നോട് ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾ പാസ്റ്ററാണ്. പാസ്റ്റർ എന്ന് പറയുമ്പോൾ അത് മഹത്വകരമായ ഒരു ശുശ്രൂഷയാണ്. ആക്ച്വലി ഞാൻ അങ്ങനെ ഒരു സഭാപരിപാലനം ഏറ്റെടുത്ത് നടത്തുന്ന ഒരാളല്ല. അങ്ങനെ ഒരു ശുശ്രൂഷയല്ല എനിക്ക് ലഭിച്ചിരിക്കുന്നത്. എനിക്ക് ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ, ദൈവത്തിൻ്റെ പ്രവചന ശുശ്രൂഷയാണ് എനിക്ക് ദൈവം നൽകിയിരിക്കുന്നത്. അതായത് പ്രവചനം എന്ന് പറയുമ്പോൾ അതിന്ന് വേറൊരു രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവവചനത്തിലെ അത്ഭുതമേറിയ സത്യങ്ങളെ ദൈവജനത്തിന് അറിയിച്ചു കൊടുക്കുന്ന, ആനുകാലിക സംഭവങ്ങളുമായിട്ട് ചേർത്ത് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു ചെറിയ ശുശ്രൂഷയാണ് ദൈവം എനിക്ക് നൽകിയിരിക്കുന്നത്. അതെനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ശുശ്രൂഷ ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഒരുപക്ഷെ നീ നിൽക്കുന്ന സഭയിൽ നിനക്ക് ദൈവം നൽകിയിരിക്കുന്ന കൃപാവരം ജ്വലിപ്പിക്കുവാൻ കഴിയാതെ ഞരങ്ങിപ്പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്നാൽ ദൈവം നിനക്കൊരു സമയം വെച്ചിട്ടുണ്ട്. നിനക്ക് ലഭിച്ചിരിക്കുന്ന ശുശ്രൂഷ ഏതാണെന്ന് നീ കണ്ടെത്തി നീ ആ കൃപാവരത്തെ നീ ജ്വലിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുക. ദൈവം നിനക്ക് അവസരങ്ങൾ തരും. എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആരംഭ നാളുകളിൽ എനിക്ക് ഏറ്റവും സഹായകരമായി തീർന്നത് റേഡിയോ വിശ്വവാണിയിലെ ജോർജ് ഫിലിപ്പ് എന്ന് പറയുന്ന ആ ദേവദാസിൻ്റെ ബൈബിൾ ക്ലാസ്സുകളായിരുന്നു. ഞാൻ രാവിലെ അത് ഓൺ ചെയ്ത് ടേപ്പ് റെക്കോർഡിൽ അത് റെക്കോർഡ് ചെയ്തതിന് ശേഷം പിന്നീട് എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാനത് ബുക്കിൽ എഴുതി പഠിക്കുമായിരുന്നു. എനിക്ക് ഒരു പരിധിവരെ എന്നെ ആത്മീയ നിലയിൽ വളരുവാൻ അത് സഹായിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നല്ല നല്ല ദൈവദാസന്മാരുടെ, ദൈവഭൃത്യന്മാരുടെ ബുക്കുകൾ, ആത്മീയ ബുക്കുകളെല്ലാം വാങ്ങി പഠിക്കുകയും അങ്ങനെ ഒക്കെ മുന്നോട്ട് പോകാൻ ഇടയായി തീർന്നത് കൊണ്ടാണ് ക്രിസ്തീയ സമൂഹത്തിൽ ധൈര്യത്തോടെ എനിക്ക് നിൽക്കുവാൻ സാധിച്ചതും ഇന്ന് കർത്താവിനെ നിർത്തിയിരിക്കുന്നു. കർത്താവ് പല കാര്യങ്ങളും എനിക്ക് വെളിപ്പെടുത്തി തരാറുണ്ട്. ഞാനത് ആശ്ചര്യകരമായിട്ട് ഓർക്കാറുണ്ട്. കാരണം അനേക ദൈവഭൃത്യന്മാർക്കും വെളിപ്പെടുത്തി കൊടുത്ത അതേ രീതിയിലുള്ള പല കാര്യങ്ങളും വചനത്തിൽ നിന്നും ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരാറുണ്ട്. അത് ദൈവത്തിൻ്റെ ഒരു കൃപ മാത്രമാണ്. അല്ലാതെ എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ ഡിഗ്രി കൊണ്ടോ ഒന്നുമില്ല. എനിക്കങ്ങനെ ഡിഗ്രികളൊന്നും ഇല്ലതാനും. ഒരു ബൈബിൾ കോളേജിൽ പോയി ഞാൻ പഠിച്ചിട്ടുമില്ല. എന്നാൽ ദൈവം തൻ്റെ കൃപയാൽ ചെറിയ നിലയിൽ എന്നെ ഉപയോഗിക്കുന്നു. ഞാനിത് പറഞ്ഞു വന്നത്, ആമോസ് എന്ന് പറയുന്ന ഒരു ഇടയൻ, അവൻ കാട്ടത്തിപ്പഴം പെറുക്കി ജീവിക്കുന്ന ഒരുവനായിരുന്നു. ആരുടെയെങ്കിലും പണം വാങ്ങി ശുശ്രൂഷ ചെയ്യുന്ന ഒരുവനായിരുന്നില്ല. അവനെ അവഗണിച്ച ഒരു പുരോഹിതനോട് അവൻ പറയുകയാണ്, ഞാൻ പ്രവാചകനുമല്ല, പ്രവാചക ശിഷ്യനുമല്ല, എന്നാൽ ദൈവം എന്നെ പിടിച്ചു, ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ അറിയിക്കുവാനായിട്ട് എന്നോട് പറഞ്ഞു, ഞാനത് ചെയ്യുന്നുവെന്ന് അവിടെ പറയുകയാണ്. ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനും അത്രേ. ഞാൻ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവ എന്നെ പിടിച്ചു. നീ ചെന്ന് എൻ്റെ ജനമായ ഇസ്രായേലിനോട് പ്രവചിക്കുക എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. ആകയാൽ നീ യഹോവയുടെ വചനം കേൾക്കുക, ഇസ്രായേലിനെ കുറിച്ച് പ്രവചിക്കരുത്, ഇസ്ഹാക്ക് ഗൃഹത്തിന് നിന്റെ വചനം പൊഴിക്കരുത് എന്ന് നീ പറയുന്നുവല്ലോ. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഭാര്യ നഗരത്തിൽ വേശ്യയാകും, നിന്റെ പുത്രന്മാരും പുത്രിമാരും വാൾ കൊണ്ട് വീഴും, നിന്റെ ദേശം അളവുനൂൽ കൊണ്ട് വിഭാഗിക്കപ്പെടും, നീയോ ഒരു അശുദ്ധ ദേശത്ത് വെച്ച് മരിക്കും, ഇസ്രായേൽ സ്വദേശം വിട്ട് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. ദൈവ മക്കളെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ അവൻ്റെ ക്വാളിറ്റി, ഡിഗ്രി, അവൻ്റെ പ്രായം ഇതൊന്നും നോക്കിയിട്ടൊന്നുമല്ല. യിരെമ്യാവിനെ ദൈവം വിളിക്കുമ്പോൾ അവനൊരു ബാലനായിരുന്നു. യിരെമ്യാവിനോട് ദൈവം പറഞ്ഞു, നീ പ്രവചിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ ബാലനാണ്, എനിക്കറിയില്ല. ദൈവം തിരഞ്ഞെടുക്കുന്ന ഓരോ ആളുകളും അത് ദൈവത്തിൻ്റെ പ്രത്യേകമായ നിയോഗത്തിലും വിളിയിലുമുള്ളവരാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ ആയിരിക്കുന്ന സഭയിൽ നീ ഒറ്റപ്പെട്ട്, നീ ഒരു പക്ഷേ നിനക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ അത് ജ്വലിപ്പിക്കാൻ കഴിയാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണോ, നീ തളർന്നു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവം നിന്നെ കരങ്ങളെടുത്ത് ഉപയോഗിച്ചോളും. നീ ദൈവത്തിൽ തന്നെ ചാരിക്കൊള്ളുക. നിൻ്റെ ഇടത്തും വലത്തുമൊക്കെ നിന്നുകൊണ്ട് നിന്നെ നിരുത്സാഹപ്പെടുത്തുവാൻ, നിന്നെ ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത നിലയിൽ നിന്നെ തടുക്കുന്ന അനേക ശക്തികളുണ്ടാകും. പക്ഷെ നീ അതൊന്നും ഓർത്ത് ഭയപ്പെടേണ്ട. ദൈവം തക്ക സമയത്ത് നിന്നെ എടുത്ത് വെളിയിൽ കൊണ്ടുവരും. അതുകൊണ്ട് ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക, ദൈവത്തോട് തന്നെ പറ്റിച്ചേർന്ന് നടക്കുക. ദൈവം തൻ്റെ രഹസ്യങ്ങളെ നിനക്ക് വെളിപ്പെടുത്തി തരും. ഈ ആമോസ് പ്രവചിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. അത് കേൾക്കുമ്പോൾ നമ്മൾ ഭയപ്പെട്ടു പോകും. അവിടെ അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, യഹോവയായ കർത്താവിൻ്റെ ദൃഷ്ടി പാപമുള്ള രാജ്യത്തിന്മേൽ ഇരിക്കുന്നു, ഞാനതിനെ ഭൂതലത്തിൽ നിന്ന് നശിപ്പിക്കും. ദൈവം പാപത്തെ വെറുക്കുന്ന ഒരു ദൈവമാണ്. സോദോം ഗൊമോറ പട്ടണം അതിൻ്റെ ആ മൂർധന്യാവസ്ഥയിലേക്ക്, പാപത്തിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് പോയപ്പോൾ ദൈവം അത് നശിപ്പിക്കാൻ തക്ക ഇടയായിട്ട് തീർന്നു. ദൈവത്തിൻ്റെ ദൃഷ്ടി പാപമുള്ള രാജ്യത്തിന്മേലിരിക്കുന്നു. ദൈവം അതിനെ കൈവിട്ട് കളയും. നമ്മൾ വിചാരിക്കുന്ന പോലെ അതിനെ വെറുതെ ഒന്നും ചെയ്യാതെ വിടുകയൊന്നുമില്ല. ദൈവം നോക്കിക്കൊണ്ടാണ് തന്നെ ഇരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ വചനങ്ങളെ കേൾക്കുമ്പോൾ നിനക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങളെ ഓർത്ത് നീ അതിനൊരു അവസരം കിട്ടുന്നില്ലല്ലോ എന്നോർത്ത് ഭാരപ്പെടേണ്ട. ദൈവം തക്ക സമയത്ത് നിന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും. ദൈവനാമം മഹത്വപ്പെടുവാൻ നിന്നെ ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിക്കും. നീ വചനങ്ങൾ അതിന് മുഖാന്തരമായി തീരട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, കർത്താവെ,
ഞങ്ങളെ അവിടുന്ന് വിളിച്ചു, ഞങ്ങളെ വേർതിരിച്ചു, ഞങ്ങളെ അവിടുത്തെ മക്കളാക്കി, അവിടുത്തെ സ്വന്തമെന്ന് എണ്ണി ഞങ്ങൾക്ക് തന്ന ശുശ്രൂഷയ്ക്കായിട്ട് സ്തോത്രം കർത്താവേ. ദൈവമേ, അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ കർത്താവെ, നീ വിശ്വസ്തനെന്ന് എണ്ണി ഞങ്ങളെ ശുശ്രൂഷയ്ക്കാക്കി എന്ന് ഞങ്ങൾ അങ്ങയുടെ വചനത്തിൽ വായിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് ലഭിച്ച വചനത്തിൽ വിശ്വസ്തയോടെ നിൽക്കുവാൻ തക്കവണ്ണം, ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങൾ വിശ്വസ്തയോടെ നിൽക്കുവാൻ തക്കവണ്ണം, ആരെയും പറ്റിക്കാതെ, ആരെയും ചതിക്കാതെ, ആരെയും വഞ്ചിക്കാതെ, ഉപായം പറയാതെ കർത്താവെ, വചനത്തിൽ കൂട്ടിച്ചേർക്കാതെ വിശ്വസ്തയോടെ നിൽക്കുവാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമേ കർത്താവ്. ഇന്ന് വചനം കേട്ട ഓരോ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമേ കർത്താവെ. ദൈവമേ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവരെ അനുഗ്രഹിക്കണമേ കർത്താവെ. അവരുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും കൂടെ ഇരുന്ന് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം, മഹത്വം എടുത്താട്ട് എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.